ബ്യൂറോക്രസി ആണ്, പേപ്പർ വർക്ക് ആണ് ബേസിക്കലി. ജർമ്മനി എന്ന് പറയുമ്പോഴത്തേക്കും ജർമൻസ് ദേ ആർ വെരി മച്ച് ഇൻ ടു പേപ്പർ വർക്ക്. ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ഒരു ഇൻഫർമേഷൻ വരുന്നത് ബൈ പോസ്റ്റ് ആണ്. ഞങ്ങൾ പോസ്റ്റ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വൈഫൈൻ്റെ ബില്ലോ ഇതൊക്കെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ വർക്ക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് പേപ്പർ വർക്ക് ആയിരുന്നു. അപ്പം അത് ഗെറ്റ് ത്രൂ ചെയ്യുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ് പേപ്പർ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. വി ഡോണ്ട് നോ നത്തിങ്. ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് പേപ്പർ വർക്ക് ചെയ്യുക. IELTS-ഉം ഇതും ഒരു കൺസ്ട്രെയിൻ മാത്രമാണ് കേട്ടോ. വേറെ ദർ ആർ മെനി അതർ കൺസ്ട്രെയിൻസ് വിച്ച് യു ഹാവ് ടു ഗോ ത്രൂ. ഫോർ എക്സാമ്പിൾ SOP എന്ന് പറയുന്നത് ഒരു വലിയ കൺസ്ട്രെയിൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്, അഥവാ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എന്നും പറയും, LOM എന്നും പറയും. പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേറൊരു കൺസ്ട്രെയിൻ ആണ്. CV നമ്മൾ പഠിച്ച ബാച്ചിലേഴ്സിന്റെ ബേസിൽ നമുക്കൊരു CV ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ വെരി ബേസിക് CV. അത് വെച്ച് നമുക്ക് ജർമ്മനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ജഡ്ജ് us badly. അപ്പോൾ CV ഉണ്ടാക്കുന്ന വാസ് ഓൾസോ എ കൺസ്ട്രെയിൻ. ഈ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ വി ഹാവ് APS is also another important thing. ഈ പ്രോസസ് ഒക്കെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയോ അല്ലെങ്കിൽ വീണ്ടും സ്ട്രിക്റ്റ് ആവുകയാണോ, എങ്ങനെയാണ്? പ്രോസസ്സ് ഫ്ലെക്സിബിലിറ്റി ആയിട്ടില്ല ആക്ച്വലി. കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എവറിബഡി ഹാസ് ആക്സസ് ടു ഇന്റർനെറ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പോയ സമയത്തുണ്ടായിരുന്ന പ്രോസസ്സ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ സ്ട്രിക്റ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, APS എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നു. APS വന്നപ്പോഴത്തേക്കും ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് വെയിറ്റ് ടൈം കൂടി, ഒരു 28 days അഡീഷണൽ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടാവുന്നു. ഞാൻ പോയ സമയത്ത് നമ്മൾ നോട്ടറി അറ്റസ്റ്റേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ നോട്ടറി അറ്റസ്റ്റേഷൻ ആയിരുന്നു. അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സിനെ വെച്ചിട്ട് UniSS അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ നമ്മൾ പ്രത്യേക സീലിൽ ചെയ്ത് ഗസ്റ്റ് ഓഫീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. APS എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആണ് എന്ന് ഒത്തന്റിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് APS. അല്ലെങ്കിൽ അനർക്കനും, ജർമ്മനിയിൽ അനർക്കനും എന്ന് പറയും, ഇവിടെ APS എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അതായത് കുറേ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ബേസ് ആയിട്ട് ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് APS എന്ന് പറയുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണെങ്കിൽ നമ്മുടെ APS ക്ലിയർ ആവും, ഒരു കുഴപ്പമില്ലാതെ വി ക്യാൻ പാസ് ത്രൂ ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. സോ JK ബേസിക്കലി ഒറ്റയ്ക്കാണ് ഈ പ്രോസസ് എല്ലാം ചെയ്തത് അല്ലേ, സ്വന്തമായിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഒരു മെന്റർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും? ഡെഫിനറ്റ്ലി. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പോയ സമയത്ത് ഐ വെന്റ് ഓൾമോസ്റ്റ് 6 years ബാക്ക്. അപ്പം മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പം മെന്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ്. ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ പേപ്പർ വർക്കിൽ കൂടെ പോകുമ്പോഴും വി ഹാവ് എ ലോട്ട് ഓഫ് ഡൗട്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ കാര്യങ്ങളെല്ലാം ജർമ്മനിലായിരിക്കും. നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു വരുമ്പോൾ മേ ബി വി വിൽ മിസ് ഔട്ട് ദ മീനിങ്. ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി മാറിക്കുന്നു നമ്മൾ ട്രാൻസ്ലേറ്റ് വരുമ്പോഴത്തേക്കും. അപ്പം ഡെഫിനറ്റ്ലി മെന്റർ ഉണ്ടായിരുന്നുവെങ്കിൽ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ജർമ്മനിയിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി സ്റ്റുഡന്റിന് ഹൗ ഹി ഷുഡ് അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി ആൻഡ് വാട്ട് ഓൾ തിങ്സ് അപ്പാർട്ട് ഫ്രം വാട്ട് ഓൾ വി ഡിസ്കസ്ഡ്, എന്താണ് ശരിക്കും ആ ഒരു സ്റ്റുഡന്റ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അപ്പം മെന്റർഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മെന്റർഷിപ്പിന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് പ്രോപ്പർ ഗൈഡൻസിലൂടെ പോകാൻ പറ്റുള്ളൂ. യു ക്യാൻ എൻഡ് അപ്പ് ഇൻ എനി യൂണിവേഴ്സിറ്റി വിതൗട്ട് എ മെന്റർഷിപ്പ്, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡു അവർ മാസ്റ്റേഴ്സ് പ്രോപ്പർലി. അതിൽ കാര്യമുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ, മെനി പീപ്പിൾ ആർ ഗോയിങ് ടു ജർമ്മനി ബട്ട് ദേ ആർ ഇവൻച്വലി എൻഡിങ് അപ്പ് വിതൗട്ട് എ ജോബ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഡൂയിങ് മാസ്റ്റേഴ്സ് പ്രോപ്പർലി, ഐദർ ഇൻ എ നോട്ട് എ ഗുഡ് യൂണിവേഴ്സിറ്റി ഓർ നോട്ട് ഇൻ എ ഗുഡ് വേ. ഇതാണ് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. അതാണ് മെന്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. വി സെലക്ട് യൂണിവേഴ്സിറ്റീസ് ഓർ ഐ സെലക്ട് യൂണിവേഴ്സിറ്റീസ് ബേസിക്കലി ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് മേജർ കാരണം. കാരണം ഞാൻ സ്വന്തമായിട്ട് പോയപ്പോഴുള്ള ഡിഫിക്കൽട്ടി എനിക്കറിയാം. ഞാൻ പോയ സമയത്ത് ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാതെ പോയിരുന്നെങ്കിൽ മേ ബി ഐ വുഡ്ന്റ് ഹാവ് റീച്ച്ഡ് ദിസ് പോയിന്റ്. That's the reason why through mentorship I guide people in such a way that they get the best education possible. ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് മെന്റർഷിപ്പിന്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് ഹൗ ഇസ് ദ ക്യാമ്പസ് ലൈക്ക് ജർമ്മനിയിൽ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെയാണോ, അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂർ പോയിട്ട് പഠിക്കുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി. ഇപ്പം പറയുന്ന പോലെ തന്നെ ഞാനും ചോദിക്കാൻ വന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരെയുള്ള ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞു JK. അപ്പൊ അതിനുശേഷം ജർമ്മനി ലാൻഡ് ചെയ്തതിനു ശേഷമുള്ള JK ഫേസ് ചെയ്ത ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ദാൻ വാട്ട് വി എക്സ്പെക്ട്. ജർമ്മനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷനോ നമ്മുടെ നാട്ടിലെ ക്യാമ്പസ് പോലെയല്ല. ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ദേ ഓൾസോ ഹാവ് എ ക്യാമ്പസ് ലൈഫ്. അപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൂടെ മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ വി ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ക്യാമ്പസ് ലൈഫ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവർ പറയുന്നത് നിങ്ങൾക്ക് 4 സെമസ്റ്ററിൽ കോഴ്സ് ഉണ്ടെങ്കിൽ 4 സെമസ്റ്റർ തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ്സ് അപ് ടു യു.
നിങ്ങൾക്ക് 8 സെമസ്റ്റർ എത്തിയേക്കാം, 12 സെമസ്റ്റർ എത്തിയേക്കാം, യു ക്യാൻ ഫിനിഷ് വെൻ എവർ യു വാണ്ട്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ദം. മനസ്സിലാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇവിടെ നമുക്ക് 4 സെമസ്റ്റർ കോഴ്സ് ആണെങ്കിൽ നമ്മൾ 4 സെമസ്റ്റർ ക്ലാസ് മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അവിടെ അങ്ങനെയല്ല. ഈ 4 സെമസ്റ്റർ നമുക്ക് എപ്പോഴും ഏത് സെമസ്റ്ററിലും അറ്റൻഡ് ചെയ്യും. ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് ബേസിക്കലി. ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്ത സബ്ജക്റ്റുകൾ മേജർ ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 7ഉം 10ഉം ഉള്ള ക്രെഡിറ്റ് പോയിന്റുകളാണ്. പിന്നെ ഏറ്റവും മേജറായിട്ട് വരുന്ന മാസ്റ്റർ തീസിസ് എന്ന് പറയുന്നത് 30 ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ലാസ്റ്റ് സെമസ്റ്ററിൽ ചെയ്യുന്നതാണ് മാസ്റ്റേഴ്സിന്റെ. അതാണ് മേജർ ക്രെഡിറ്റ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ.